മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിക്ക് വസുന്ധരയുടെ ഏജന്റ് മുരളി കൊടുക്കുന്ന കള്ള ആധാരം കൊണ്ടുവന്ന് ഈശ്വരമംഗലത്തു നിന്നും ഗൗതമിനെയും നിധിയെയും ഇറക്കാനായി ഉടനെ തന്നെ പോകണമെന്ന് പ്രണവും ശിവാനിയും പറയുന്നു. അങ്ങനെ ഉടനെ തന്നെ ഈശ്വരമംഗലത്തേക്ക് നിങ്ങൾ പോയാൽ ഗൗതം കള്ള ആധാരമാണെന്ന് കാണിച്ച് കോടതിയിൽ സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോടതിയിൽ നിന്നും യഥാർത്ഥ ആധാരമാണെന്ന് തെളിയിക്കണം. ഗൗതം പ്രണവിന് സ്വന്തമായി എഴുതിക്കൊടുത്ത ആധാരമാണോ എന്ന് കോടതി നോട്ടീസ് അയച്ച് ചോദിക്കും. 3 പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ട് മറുപടി ഒന്നുമില്ലെങ്കിൽ അവർ യഥാർത്ഥ ആധാരമാണെന്നുള്ള അംഗീകാരം തരും. അത് കിട്ടിയിട്ട് വേണം ഗൗതമിനെയും നിധിയെയും ഈശ്വരമംഗലത്ത് നിന്നും ഇറക്കിവിടാൻ. ഗൗതം ആലോചിക്കുന്നു. ഈശ്വരമംഗലത്ത് നിന്ന് താമസം മാറണമെന്നും എല്ലാം പ്രണവിന്റെ പേരിൽ കൊടുക്കണമെന്നും. ഇത് കണ്ടുവരുന്ന നിധിയോട് ഗൗതം പറയുന്നു, നമുക്കിനി ഈശ്വരമംഗലത്ത് നിന്നും പോകാമെന്ന്. പോകാം, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല എന്ന് നിധി പറയുന്നു. സിക്ക് ജാമ്യം കിട്ടിയതാണോ ഗൗതമിന്റെ വിഷമത്തിനുള്ള കാരണം? ജാമ്യം കിട്ടിയെന്നല്ലേയുള്ളൂ. അയാൾ ഇനി ഈ കേസിൽ വിചാരണ നേരിടാൻ പോകുകയാണ്. കോടതിയിൽ നിന്നും അയാൾക്ക് നല്ല ശിക്ഷ കിട്ടും. പിന്നെ ഇവിടെ നിന്നും നമുക്ക് പോകാം. പക്ഷെ പിന്നീട് പാർവതിയമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഗൗതം ഇങ്ങോട്ട് വരരുത്. അതുപോലെ പ്രണവിനെ ആരെങ്കിലും റോഡിലിട്ട് തല്ലിച്ചതക്കുന്നത് കണ്ടാലും നമ്മൾ തിരിഞ്ഞു പോലും നോക്കരുത്. ഈശ്വരമംഗലം കമ്പനി നശിച്ചു പോയാലും ഗൗതം അതിൽ ഇടപെടരുത്. ഇതൊക്കെ കേട്ട് ഗൗതം ഒന്നും പറയുന്നില്ല. ഗൗതം സമാധാനിക്ക്, നമ്മൾ ഇവിടെ നിന്നും പോകും. അത് പ്രണവിനെ എല്ലാം കൊടുത്ത് അവനെ ഈശ്വരമംഗലം തറവാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമാകും. ഗൗതമും നിധിയും കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ അപമാനിക്കുന്നതിനായി നിൽക്കുന്നു വസുന്ധര. ഉടനെ തന്നെ പ്രണവ് വന്ന് രണ്ടിനെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്ന് പറയുന്ന വസുന്ധരയെ പാർവതിയമ്മ ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് അടക്കുന്നു. പോകാൻ യാതൊരു ഇടവുമില്ലാതെ നിൽക്കുന്ന വസുന്ധര ഒടുവിൽ സിയുടെ വീട്ടിലേക്ക് പോകുന്നു. സി കോടതിയിൽ നിന്നുമുള്ള ഉത്തരവുമായി വരുന്നു. ഇനി യാതൊരു പ്രശ്നത്തിനും ഗൗതം വരില്ലെന്ന് പ്രണവിന് ഉറപ്പ് കൊടുക്കുന്നു. നിങ്ങൾക്കിനി ഈശ്വരമംഗലത്തു നിന്നും ഗൗതമിനെയും നിധിയെയും പുറത്താക്കാം. എന്നാൽ പിന്നെ ഞങ്ങൾ പോകട്ടെ എങ്കിൽ എന്ന് ശിവാനി പറയുന്നു. അങ്കിളും ജ്യോതിയാൻ്റെയും കൂടി ഞങ്ങളുടെ കൂടെ വരണം. അത് വേണ്ട, ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. എന്നാൽ പിന്നെ വസുന്ധരാൻ്റെയും കൂടി വരട്ടെ എന്ന് പറഞ്ഞ് പ്രണവും വസുന്ധരയും ശിവാനിയും കൂടി ഈശ്വരമംഗലത്തേക്ക് പോകുന്നു. ഹൈടെക് സിറ്റിയുടെ ഭൂമിപൂജയെന്ന് പറഞ്ഞ് ഗൗതമും നിധിയും പോകാൻ പോകുമ്പോൾ വീണ്ടും വസുന്ധര തന്നെ അപശകുനമായി വാതിൽക്കൽ വന്നു നിൽക്കുന്നു. പ്രണവും ശിവാനിയും വസുന്ധരയും അവിടെ എത്തി. ഇവരെ കണ്ട ഗൗതം പറയുന്നു, ഞങ്ങൾക്ക് ഹൈടെക് സിറ്റിയുടെ ഭൂമിപൂജയ്ക്ക് പോകണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീട് പറയാം. അങ്ങനെ അങ്ങ് പോയാലോ? എൻ്റെ പേരിലുള്ള സ്ഥലത്തിൻ്റെ ഭൂമിപൂജയിൽ താനെന്തിനാണ് പോകുന്നത്? പ്രണവിൻ്റെ സംസാരത്തിൽ ഒന്നും മനസ്സിലാകാതെ ഗൗതം നിൽക്കുന്നു. നിങ്ങൾ എനിക്ക് എഴുതി തന്ന എല്ലാ സ്വത്തുക്കളുടെയും ആധാരമാണിത് എന്ന് പറഞ്ഞ് ആധാരം ഗൗതമിൻ്റെ കയ്യിൽ പ്രണവ് കൊടുക്കുന്നു. ആധാരം വായിച്ചു നോക്കുന്ന ഗൗതം തൻ്റെ സൈൻ തന്നെയാണ് ആധാരത്തിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം ഗൗതമിന് മനസ്സിലാകുന്നില്ല. എന്താ, ഞങ്ങൾ ഉണ്ടാക്കിയ കള്ള ആധാരമാണെന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് ശിവാനി ചോദിക്കുന്നു. സംശയമെന്താ, ഇത് കള്ള ആധാരമാണെന്ന് ഞങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്ന് നിധി പറയുന്നു. കള്ള ആധാരമുണ്ടാക്കിയതിന് എല്ലാത്തിൻ്റെയും പേരിൽ ഒരു ഫോർജറി കേസ് കൂടി കൊടുത്താൽ എല്ലാത്തിനെയും പിടിച്ചകത്തിടും. വേണ്ട എന്ന് വെച്ചിട്ടാണ് അത് ചെയ്യാത്തതെന്ന് നിധി പറയുന്നു. സിയും വസുന്ധരയും ജ്യോതിർമയെയും കൂടി ലക്ഷങ്ങൾ കൊടുത്തുണ്ടാക്കിയെടുത്ത കള്ള ആധാരം ഗൗതം വലിച്ചു കീറുന്നു. എന്നിട്ട് പ്രണവിന്റെ പേരിൽ ഗൗതം എഴുതിക്കൊടുത്ത യഥാർത്ഥ ആധാരം കൊടുക്കുന്നു. എന്നിട്ട് പോലും യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ ഉടുത്ത ഡ്രസ്സുമായി ഗൗതമിനെയും നിധിയെയും ഈശ്വരമംഗലത്തു നിന്നും പ്രണവ് ഇറക്കിവിടുന്നു. പിന്നാലെ വന്ന് പാർവതിയമ്മ അവരോട് പോകരുതെന്ന് പറഞ്ഞ് കരയുന്നു. എന്നിട്ട് പ്രണവിനോട്, നീ ഈ ചെയ്തതിനൊക്കെ അനുഭവിക്കുമെന്ന് പറയുന്നു. ഇവിടെ നിന്നും എൻ്റെ ഭർത്താവ് വാങ്ങിത്തന്ന ആഭരണങ്ങളും ഡ്രസ്സുമൊക്കെ എനിക്കെടുക്കാം. പക്ഷേ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. എൻ്റെ മോനും മരുമോളും ഉടുത്ത ഡ്രസ്സിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാനും അവരുടെ കൂടെ പോകുന്നു. വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.